നമസ്കാരം സുഹൃത്തുക്കളെ, ബ്ലെൻഡറിന്റെ ഒരു പുതിയ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പോളിഗൺ മോഡലിംഗ് ആണ്. ഒരു മൊബൈൽ ഫോണിന്റെ മൊബൈൽ ഫോൺ മോഡൽ ചെയ്ത് അതിനെ ടെക്സ്ചർ ചെയ്ത് എങ്ങനെ നമുക്ക് വളരെ ലളിതമായിട്ട് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാം എന്നുള്ള ബിഗിനർ ലെവൽ ട്യൂട്ടോറിയലാണ് ചെയ്യുന്നത്. ഇതിന് രണ്ട് പാർട്ടുണ്ട്. ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നതിന്റെ മോഡലിംഗ് ആണ്, രണ്ടാമത്തെ പാർട്ട് ഇതിന്റെ ടെക്സ്ചറിംഗ് ആണ്. ഓക്കെ, എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഡീഫോൾട്ടായിട്ട് കാണുന്ന ഈ ക്യൂബിനെ ഡിലീറ്റ് കീ ഉപയോഗിച്ച് ഡിലീറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ഒരു ബേസ് ഷേപ്പ് ഒരു ബേസിക്കലായിട്ടുള്ള ഷേപ്പ് നമുക്ക് ആദ്യം ഉണ്ടാക്കാം. ആ ഷേപ്പിലാണ് മറ്റ് പ്രൊജക്ഷൻസ്, ഈ മൊബൈലിൻ്റെ മറ്റ് സെറ്റിങ്സുകളും മറ്റു ഭാഗങ്ങളുമൊക്കെ നമുക്ക് അവിടെ ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ഷേപ്പ് ഉണ്ടാക്കാം. ഷേപ്പ് ഉണ്ടാക്കാനായിട്ട് ഷിഫ്റ്റ് എ ഉപയോഗിച്ച് മെഷിൽ നിന്നും ഒരു പ്ലെയിനിനെ ഇവിടെ കൊണ്ടുവരികയാണ്. പ്ലെയിനിനെ ഇവിടെ കൊണ്ടുവന്നു. എസ് എന്ന കീ ഉപയോഗിച്ച് ഒന്ന് സ്കെയിൽ ചെയ്യുന്നു. അപ്പോൾ ഈ സ്കെയിൽ ചെയ്യുമ്പോൾ ഈ കാണുന്ന പച്ച നിറം അത് വൈ ആക്സിസ് ആണ്, ഈ കാണുന്ന റെഡ് അത് എക്സ് ആക്സിസ് ആണ്, നേരെ മുകളിലേക്ക് വരുന്ന ഇസഡ് ആക്സിസ്. അത് നമുക്കിവിടെ ഈ ആക്സിസ് ഇവിടെ ജിസ്മോയിൽ കാണാം. ഓക്കെ, അപ്പോൾ ഞാൻ എസ് കീ പ്രസ് ചെയ്തിട്ട് എക്സ് എന്ന് കൊടുക്കുമ്പോൾ എനിക്കിങ്ങനെ സ്കെയിൽ ചെയ്യാം. ഓക്കെ, അത് നമുക്ക് ഇവിടെ തന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ടൂൾസ് ഉപയോഗിച്ച് സ്കെയിൽ, അതുപോലെ റൊട്ടേറ്റ്, അതുപോലെ മൂവ്, ഈ മൂന്ന് ടൂൾ ഇവിടെയുണ്ട്. മറ്റൊരു ഷോർട്ട് കട്ട് ഷിഫ്റ്റ് കീ സ്പേസ് ബാർ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് ഭാഗത്ത് ഏത് ടൂളാണ് വേണ്ടതെന്നുള്ളത് വളരെ പെട്ടെന്ന് ഇവിടെ നിന്ന് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ബ്ലെൻഡറിൻ്റെ ഒരു പഴയ രീതിയല്ല, ബ്ലെൻഡർ എക്സ്പെർട്ടായിട്ടുള്ള എല്ലാവരും യൂസ് ചെയ്യുന്ന രീതി ഷോർട്ട് കട്ടുകളാണ്. അപ്പോൾ ഞാനിപ്പോൾ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് ഈ റൊട്ടേറ്റ് എടുക്കുന്നതിന് പകരം ഞാൻ ആർ ബട്ടൺ പ്രസ് ചെയ്യുന്നു. അപ്പോൾ റൊട്ടേറ്റിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇത് റൊട്ടേറ്റ് ചെയ്യേണ്ടത് എക്സ് ഡയറക്ഷനാണ്. എക്സ് എന്ന് പറയുന്നത് ഈ റെഡ് ലൈൻ. അപ്പോൾ എക്സ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ 90 എന്ന് ടൈപ്പ് ചെയ്തു. ഉടൻ തന്നെ അത് 90 ഡിഗ്രി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരും. വളരെ ഈസിയാണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മെത്തേഡും യൂസ് ചെയ്യാം. പക്ഷേ നമ്മൾ വർക്ക് ചെയ്ത് നല്ല ഫാസ്റ്റായിട്ട് വരുന്ന സമയത്ത് ഈ ഷോർട്ട് കട്ടുകൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം. അപ്പോൾ ഞാൻ 1 എന്ന കീ അമർത്തുമ്പോൾ, കീബോർഡിലെ 1 അമർത്തുമ്പോഴേക്കും ഫ്രണ്ട് വ്യൂ വരികയാണ്. അപ്പോൾ ഇങ്ങനെ വന്നു. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഇസഡ് കീ പ്രസ് ചെയ്ത് വയർ ഫ്രെയിം മോഡിൽ വരികയാണ്. 1-2 കട്ടുകൾ ഞാനിവിടെ കൊടുക്കാൻ പോവുകയാണ്. അതിനായി ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ടാബ് കീ അമർത്തി ഈ ഇടത് ഭാഗത്ത് കാണുന്ന ഓബ്ജക്റ്റ് എഡിറ്റ് മോഡ്. അപ്പോൾ നമുക്ക് ആ എഡിറ്റ് മോഡിലേക്ക് വരാനുള്ള ഓപ്ഷനാണ് ടാബ് കീ. അപ്പോൾ ടാബ് കീ പ്രസ് ചെയ്യുമ്പോൾ എഡിറ്റ് മോഡിലേക്ക് വരും. കൺട്രോൾ ആർ പ്രസ് ചെയ്ത് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴേക്കും ഒരു മഞ്ഞ നിറത്തിൽ ഒരു ഐക്കൺ വരും. ആ സമയത്ത് തന്നെ നമ്മൾ മിഡിൽ മൗസ് ഒന്ന് റോൾ ചെയ്യുകയാണെങ്കിൽ അത് കൂടുതൽ സെഗ്മെൻറ്റ്സുകൾ അതിൽ ആഡ് ആകും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒന്നുകൂടി ക്ലിക്ക് ചെയ്തു. അപ്പോൾ അത് ആക്റ്റീവായി. ഓക്കെ, അതുവരെ വീണ്ടും കൺട്രോൾ ആർ പ്രസ് ചെയ്യുകയാണ്. ഇവിടെ മഞ്ഞ ലൈൻ വന്നിട്ടുണ്ട്. ഓക്കെ, ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു, എൻ്റർ ചെയ്തു. ഓക്കെ, ഇനി ഇവിടെ ഈ ഭാഗത്ത് ഒരു കൺട്രോൾ ആർ പ്രസ് ചെയ്യുകയാണ്. ഒന്ന് ക്ലിക്ക് ചെയ്തു, ഇങ്ങനെ ഒരു കട്ട് അവിടെ കൊടുത്തു. അതുപോലെ കൺട്രോൾ ആർ പ്രസ് ചെയ്ത് ഇവിടെ ഒരു കട്ട് കൊടുത്തു. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ പകുതി ഭാഗം. അപ്പോൾ നമുക്കിവിടെ മുകളിൽ എഡിറ്റ് മോഡിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ 3 ഓപ്ഷൻ. ആദ്യം കാണുന്ന വെർട്ടെക്സ്, എഡ്ജ്, ഫേസ്. ഓക്കെ, ഫേസ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഈ കാണുന്ന ഇത്രയും ഫേസിനെ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ സെൻട്രൽ ഒരു കട്ട് കൂടി വേണം. ഒന്നുകൂടി ഞാൻ കൺട്രോൾ ആർ പ്രസ് ചെയ്യുകയാണ്. എൻ്റർ, ഒന്നുകൂടി എൻ്റർ. അപ്പോൾ അത് അവിടെ കട്ടായിട്ടുണ്ട്. ഒന്നുകൂടി ഫേസിലേക്ക് വരുന്നു. ഈ കാണുന്ന ഈ സെൻറ്റർ ഫേസിനെ ഇത്രയും സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യുന്നു. ഡിലീറ്റ് ഫേസസ്, പകുതി പോയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഞാൻ ടാബ് കീ പ്രസ് ചെയ്ത് പുറത്ത് വരികയാണ്. നമുക്കിവിടെ ഈ മോഡിഫയർ എന്നുള്ള ഈ ഓപ്ഷനിൽ വലത് ഭാഗത്ത് കാണുന്ന ഈ മോഡിഫയർ ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ ആഡ് മോഡിഫയറിൽ നിന്നും മിറർ എന്ന മോഡിഫയർ നമുക്കിവിടെ ഉപയോഗിക്കാം. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗം നമുക്കിവിടെ കിട്ടും. അപ്പോൾ അവിടെ കിട്ടുന്നതിനോടൊപ്പം ഈ ക്ലിപ്പിംഗ് ഈ ഒരു ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കുക. അപ്പോൾ കറക്റ്റ് സെൻറ്റർ പോർഷൻ ബലമായിട്ട് അത് യോജിച്ച് തന്നെ നിൽക്കും. ഓക്കെ, ഇനി ഞാൻ ഈ ലെഫ്റ്റ് സൈഡിൽ ചെയ്യുന്നതെല്ലാം റൈറ്റ് സൈഡിലും അപ്ലൈ ആവും. അപ്പോൾ വീണ്ടും ടാബ് കീ പ്രസ് ചെയ്ത് എഡിറ്റ് മോഡിൽ വരുന്നു. ഈ കാണുന്ന ഫസ്റ്റ് വെർട്ടെക്സ്, അതിൻ്റെ ഷോർട്ട് കട്ട് 1 ആണ്. 1 പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒരു കട്ട് കൊടുക്കണം. ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പതുക്കെ മൂവ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു കാണുന്ന ഈ ഒരു വെർട്ടെക്സിനെ ഒന്നിങ്ങനെ ചെയ്യുകയാണ്. നമുക്ക് സെഡ് കീ പ്രസ് ചെയ്ത് സോളിഡ് മോഡിൽ വരികയാണെങ്കിൽ ആ ഭാഗം കാണാം. ഓക്കെ, അതുപോലെ ഈ ഒരു ഭാഗം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സെഗ്മെൻറ്റ് കിട്ടിയതായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, ഇനി ഒരു കട്ട് കൂടി ഇവിടെ കൊടുക്കാം. അതിന് നമുക്ക് ഇവിടെ ഇടത് ഭാഗത്ത് കുറേ ടൂൾസ് ഉണ്ട്. അതിൽ ഇങ്ങനെ നൈഫ് എന്നൊരു ടൂളുണ്ട്. അതിൻ്റെ ഷോർട്ട് കട്ട് കെ ആണ്.
അപ്പോൾ ഞാൻ കെ എന്ന കീ കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് എൻ്റർ ചെയ്യുകയാണ്. ഫ്രണ്ട് വ്യൂവിൽ വന്നിട്ട് കെ ഒന്നുകൂടി പ്രസ് ചെയ്ത് ഇങ്ങനെ ഒന്ന് എൻ്റർ ചെയ്തു. ഓക്കെ, ഈ 3 വെർട്ടെക്സിനെ കുറച്ചുകൂടി ഒന്നിങ്ങനെ താഴ്ത്തി വെച്ചു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗം കിട്ടിയിട്ടുണ്ട്. അപ്പം കൺട്രോൾ R ഉപയോഗിച്ച് ഇവിടെ ഒരു കട്ട് ഇങ്ങനെ കൊടുക്കാം. കെ ഉപയോഗിച്ച് എൻ്റർ ചെയ്യുന്നു. ഇനി ഇങ്ങനെ ഈ എഡ്ജിൽ വരുന്ന വെർട്ടെക്സുകൾ, അപ്പോൾ അതിന് നമ്മൾ ഏതെങ്കിലും ഒരു വെർട്ടെക്സിനെ സെലക്ട് ചെയ്തിട്ട് ഓൾട്ട് കീ പ്രസ് ചെയ്ത് മറ്റൊരു വെർട്ടെക്സിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ മുഴുവൻ വെർട്ടെക്സും ഒരുമിച്ചിങ്ങനെ സെലക്ട് ആകും. എന്നിട്ട് 3 പ്രസ് ചെയ്ത് ഇങ്ങനെ സൈഡ് വ്യൂവിലേക്ക് വരികയാണ്. അല്പം ഒന്നിങ്ങനെ ഓക്കെ, ഞാൻ ഒന്ന് അൺഡു ചെയ്യുകയാണ്. ഈ ഒരു വെർട്ടെക്സ് കൂടി നമുക്ക് വേണം. അല്പം ഇങ്ങനെ അതിനോടൊപ്പം ഇവിടെ സെലക്ട് ചെയ്ത് ഓൾട്ട് കീ പ്രസ് ചെയ്ത് നമുക്ക് ഈ എഡ്ജിനെ ഒന്ന് സെലക്ട് ചെയ്യാം. എഡ്ജ് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഈ മറ്റു എഡ്ജുകളെ അപ്പോൾ നമുക്കിവിടെ ഒരു കട്ട് വേണം. നൈഫ് വെച്ചിട്ട് വെർട്ടെക്സ് 3 പ്രസ് ചെയ്ത് സൈഡ് വ്യൂ, Z കീ പ്രസ് ചെയ്ത് വയർ ഫ്രെയിമിലേക്ക് വരുന്നു. അപ്പോൾ നമുക്കിത് കാണാം. ഓക്കെ, Z കീ പ്രസ് ചെയ്ത് സോളിഡ് വ്യൂവിൽ വരുന്നു. എഡ്ജുകളെ സെലക്ട് ചെയ്യുന്നു. ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി ടാബ് കീ പ്രസ് ചെയ്ത് പുറത്ത് വന്നതിന് ശേഷം നമുക്ക് ഈ മോഡിഫയറിൽ മറ്റൊരു മോഡിഫയർ കൂടി ഞാൻ അപ്ലൈ ചെയ്യാണ്. ആഡ് മോഡിഫയറിൽ സബ് ഡിവിഷൻ സർഫസ്. ഓക്കെ, അപ്പോൾ സബ് ഡിവിഷൻ സർഫസ് കൊടുക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് കാണാം. നമ്മൾ താഴേക്ക് വരുമ്പോൾ ഇവിടെ സബ് ഡിവിഷൻ സർഫസ് ഇവിടെ അപ്ലൈ ആയിട്ടുണ്ട്. അപ്പോൾ വ്യൂ പോർട്ടിൽ 1 അതിനെ 2 ആക്കാം. കൂടാതെ നമുക്ക് ഈ മോഡലിനെ സെലക്ട് ചെയ്തിട്ട് ഈ കാണുന്ന പച്ച നിറത്തിലുള്ള ഓബ്ജക്റ്റ് ഡാറ്റ പ്രോപ്പർട്ടീസ് അവിടെ വന്നിട്ട് അതിനുള്ളിൽ ഫേസ് നോർമൽസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് അതിൻ്റെ താഴെയുള്ള നോർമൽസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഓട്ടോ സ്മൂത്ത് ഇതും കൂടി ഒന്ന് ഓൺ ചെയ്യാം. അപ്പോൾ കറക്റ്റായിട്ട് ഇവിടെ സ്മൂത്തായിട്ട് കാണിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ ഒരു ബാക്ക് കവർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി ടാബ് കീ പ്രസ് ചെയ്തുകൊണ്ട് അപ്പോൾ നമുക്കിവിടെ നമ്മൾ ചെയ്ത ആ പോളിഗണും കാണാം. അതിൻ്റെ കൂടെ തന്നെ ഈ അതിൻ്റെ സ്മൂത്തായിട്ടുള്ള വെർഷനും ഇവിടെ കാണാം. ഓക്കെ, ഇതാണ് ഈ സബ് ഡിവിഷൻ സർഫസ് ഉപയോഗിക്കുമ്പോഴുള്ള ഒരു പ്രത്യേകത. അപ്പോൾ ഞാൻ ഈ ഒരു എഡ്ജിനെ സെലക്ട് ചെയ്ത് ഓൾട്ട് കീ പ്രസ് ചെയ്ത് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത് വരുന്ന എല്ലാ എഡ്ജുകളും ഒരുമിച്ച് സെലക്ട് ആവും. അത് സെലക്ട് ആയിട്ടുണ്ടോയെന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, എന്നിട്ട് ഒരല്പം കൂടി ഒന്നിങ്ങനെ കുറച്ചുകൂടി ഒന്ന് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരികയാണ്. ഇതിനെ ക്ലിക്ക് ചെയ്ത് ഓൾട്ട് കീ പ്രസ് ചെയ്ത് അടുത്തൊരു സെറ്റ് എഡ്ജും കൂടി കുറച്ചുകൂടി ഒന്ന് മുന്നിലേക്ക്. അപ്പോൾ നമുക്കൊരു കർവായിട്ടുള്ളൊരു ഷേപ്പ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓൾട്ട് കീ പ്രസ് ചെയ്ത് ഇവരെ ഒന്നുകൂടി സെലക്ട് ചെയ്യുന്നു, അല്പം ഒന്ന് ബാക്കിലേക്ക് കൊണ്ടുവരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ കാണുന്ന ഇത്രയും ഫേസ് അത് ഞാൻ അങ്ങ് ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ അൺസാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഒരു ഫേസിനെ സെലക്ട് ചെയ്തു, ഓൾട്ട് കീ ഉപയോഗിച്ച് ഇങ്ങനെ ഇത്രയും ഫേസുകളെ ഞാനങ്ങ് ഡിലീറ്റ് കീ ഉപയോഗിച്ച് ഡിലീറ്റ് ഫേസസ് അങ്ങ് ഡിലീറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇനി ഒന്നുകൂടി എഡ്ജ് സെലക്ട് ചെയ്ത് ഒരു എഡ്ജിനെ സെലക്ട് ചെയ്ത് ഓൾട്ട് കീ പ്രസ് ചെയ്ത് ബാക്കി മുഴുവൻ എഡ്ജിനെ ഇങ്ങനെ സെലക്ട് ചെയ്യുന്നു. ഷിഫ്റ്റ് D പ്രസ് ചെയ്ത് ഒന്ന് എൻ്റർ ചെയ്യുന്നു. അപ്പോൾ അവിടെ തന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വന്നിരിപ്പുണ്ട്. E പ്രസ് ചെയ്ത് എക്സ്ട്രൂഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു എക്സ്ട്രൂഷൻ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ ഈ ചെയ്തതൊരു സെപ്പറേറ്റ് പോർഷനാണ്. അതുകൊണ്ട് ഞാനതിനെ ഡ്യൂപ്ലിക്കേറ്റായിട്ട് ഞാനിപ്പോൾ ഇളക്കി മാറ്റിയ ആ ഒരു എഡ്ജസിനെയാണ് ഞാനിപ്പോൾ എക്സ്ട്രൂഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അതിലെ ഏതെങ്കിലും ഒരു എഡ്ജിനെ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് കീബോർഡിലെ L എന്ന കീ പ്രസ് ചെയ്യുകയാണെങ്കിൽ ആ സെലക്ഷൻ മുഴുവൻ അത് കണ്ടെയ്ൻ ചെയ്യുന്ന അത് അടങ്ങിയിരിക്കുന്ന ആ സെലക്ഷൻ മുഴുവനും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് മറ്റൊരു കീ ഉപയോഗിക്കുകയാണ്. കീബോർഡിലെ P എന്നുള്ള കീ ഉപയോഗിക്കുമ്പോൾ സെപ്പറേറ്റ് എന്നൊരു ഓപ്ഷൻ വരും. അവിടെ സെലക്ഷൻ P. അപ്പോൾ സെപ്പറേറ്റ് സെലക്ഷൻ എന്ന് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു സെലക്ഷൻ മാത്രം സെപ്പറേറ്റ് ആയി നമുക്ക് കിട്ടും. ഓക്കെ, അതായത് നമ്മൾ ടാബ് കീ അമർത്തി പുറത്ത് വരികയാണെങ്കിൽ നമുക്കിവിടെ 2 പോർഷനുണ്ട്. ഒന്ന് ഈ ബേസും നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ബേസും,
ഇത് രണ്ടാമതൊരു ഓബ്ജക്റ്റ്. ഇങ്ങനെ രണ്ടും സെപ്പറേറ്റ് ഓബ്ജക്റ്റുകളായി തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഒന്നാമത്തെ ഓബ്ജക്റ്റിനെ സെലക്ട് ചെയ്ത് കീബോർഡിലെ എച്ച് എന്ന കീ അമർത്തുകയാണെങ്കിൽ അത് ഹൈഡ് ചെയ്യാം. അതിനെ തിരിച്ച് Alt H ഉപയോഗിക്കുകയാണെങ്കിൽ അൺഹൈഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സെക്ഷൻ നമുക്കിവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അടുത്തതായി ചെയ്യാൻ പോകുന്നത് വീണ്ടും ടാബ് കീ അമർത്തി അതിലെ ഒരു എഡ്ജിനെ സെലക്ട് ചെയ്യുന്നു. Alt കീ പ്രസ് ചെയ്ത് അടുത്ത എഡ്ജിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ എഡ്ജ് മുഴുവൻ ലൂപ്പായിട്ട് ഇങ്ങനെ സെലക്ട് ആവും. എന്നിട്ട് നമുക്കിവിടെ ഈ കാണുന്ന എക്സ്ട്രൂഡ് ഓപ്ഷനിൽ ഇവിടെ വന്ന് നമുക്ക് അതിനെ ഒന്ന് എക്സ്ട്രൂഡ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എക്സ്ട്രൂഡ് എലോങ് നോർമൽസ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷൻ കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഐക്കൺ കിട്ടും. ആ സമയത്ത് നമുക്ക് ഇങ്ങനെ ഒന്ന് സെലക്ട് ചെയ്യുകയാണെങ്കിൽ കണ്ടോ, ആ എല്ലാ എഡ്ജസും അതിൻ്റെ നോർമലിനെ അടിസ്ഥാനമാക്കി ഇങ്ങനെ എക്സ്ട്രൂഡ് ആകും. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഇതിനെയൊക്കെ ഒന്ന് ലെവൽ ചെയ്യുകയാണ്. ഈ രണ്ട് എഡ്ജിനെ സെലക്ട് ചെയ്തു നമ്മുടെ സ്കെയിൽ ഉപയോഗിച്ച് ഇങ്ങനെ ഒന്ന് സ്കെയിൽ ചെയ്തു. ഫ്രണ്ട് വ്യൂവിലേക്ക് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഫ്രണ്ട് വ്യൂ വരും. കൺട്രോൾ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ബാക്ക് വ്യൂ വരും. ഇതൊക്കെ നമ്മുടെ പഴയ ചാപ്റ്ററുകളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ബാക്ക് വ്യൂവിൽ വന്നിട്ട് ഇങ്ങനെ വെർട്ടെക്സ് സെലക്ട് ചെയ്യാം. ഒന്ന് ഷിഫ്റ്റ് പ്രയോഗിച്ച് ഓക്കെ, ഇങ്ങനെ ഒരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു കവർ ഏകദേശം രൂപ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇനി ചെയ്യാൻ പോകുന്നത് ഈ എഡ്ജസ്, ഇപ്പോൾ എക്സ്ട്രൂഡായ ഈ എഡ്ജസിനെ എല്ലാം ഒന്ന് Alt കീ പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ എഡ്ജസ് എല്ലാം ഒന്ന് സെലക്ട് ആവും. Shift D ഉപയോഗിച്ച് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിങ്ങനെ ആ എഡ്ജിൻ്റെ ഒരു സെപ്പറേറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ഇവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ ആ ഇതിനെ നമ്മൾ കീബോർഡിലെ F എന്ന കീ അമർത്തുകയാണെങ്കിൽ ആ അത്രയും എഡ്ജസിനെ നമുക്കിങ്ങനെ ഫിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ഫില്ലായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. അപ്പോൾ ഞാൻ ആ ഒരു എഡ്ജിനെ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് L കീ പ്രസ് ചെയ്യുകയാണെങ്കിൽ അതടങ്ങുന്ന എല്ലാ ഭാഗവും സെപ്പറേറ്റ് ആയിട്ട് സെലക്ട് ആവും. നേരത്തെ ചെയ്തതുപോലെ കീബോർഡിലെ P എന്ന കീ ഉപയോഗിച്ച് അതിനെ സെപ്പറേറ്റ് ചെയ്യുകയാണ്. നമ്മൾ തിരികെ ടാബ് കീ അമർത്തി പുറത്തേക്ക് വരുമ്പോൾ നമുക്കിപ്പോൾ കാണാം, ഇത് ഒരു സെപ്പറേറ്റ് പീസ്, ഇതൊരു സെപ്പറേറ്റ് പീസ്, ഇതൊരു സെപ്പറേറ്റ് പീസ്. ഓരോന്നായി നമുക്ക് ഹൈഡ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഈ കാണുന്ന ഫ്രണ്ട് വ്യൂ H കൊടുക്കുകയാണെങ്കിൽ അത് ഹൈഡ് ആകുന്നു. ഇത് ബാക്ക് വ്യൂ H കൊടുത്തു. ഇത് അതിൻ്റെ ഫ്രെയിം. അങ്ങനെ 3 പീസായി ഒറ്റ പ്ലെയിനിൽ നിന്ന് തന്നെ ഞാൻ മാറ്റിയെടുത്തു. Alt H ഉപയോഗിച്ച് എല്ലാവരും തിരികെ കൊണ്ടുവന്നു. ഇപ്പോൾ നമുക്കിതിൻ്റെ ഒരു ബേസിക് രൂപം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ കാണുന്ന ഈ ഒരു റിങ് എടുക്കാം. ഇനി ഫയലൊന്ന് സേവ് ചെയ്യാൻ പോവുകയാണ്. സേവ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഫയൽ സേവ് ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഇതുവരെ ചെയ്ത എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്തും ഓരോ സെക്ഷനും പൂർത്തിയായി കഴിയുമ്പോൾ അത് മറ്റൊരു ഫയലായിട്ട് സേവ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞാൻ ഇതിനെ ഫയൽ സേവാസ് എന്ന പേര് കൊടുത്തിട്ട് വേറൊരു പുതിയ ഫയലായിട്ട് ഞാനിപ്പോൾ സേവ് ചെയ്യുകയാണ്. അപ്പോൾ ഇതുകൊണ്ടുള്ള നേട്ടം എന്തെന്നാൽ എന്തെങ്കിലും കുഴപ്പം പറ്റുകയാണെങ്കിൽ നമുക്ക് തൊട്ട് മുന്നിലുള്ള ഫയൽ ഓപ്പൺ ചെയ്ത് അവിടെ നിന്ന് വീണ്ടും റീവർക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ മൊബൈലിൻ്റെ വശങ്ങളിൽ അതിൻ്റെ പവർ ബട്ടണും വോളിയം ബട്ടണും ഒക്കെ കൊടുക്കുക എന്നുള്ള രീതിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്, ഇത് ഓൾറെഡി ഇവിടെ ഒരു മിറർ ഉണ്ട്. നമ്മൾ മോഡിഫയറിൽ ഒരു മിറർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഒരു സബ് ഡിവിഷനും നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ നമുക്ക് ഈ അപ്ലൈ ചെയ്തിട്ടുള്ള ഓർഡർ ഇവിടെ നോക്കുമ്പോൾ ഈ ആദ്യം കാണുന്നത് ഒരു മിറർ മോഡിഫയർ ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു സബ് ഡിവിഷൻ മോഡിഫയർ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഓർഡറിൽ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ അപ്ലൈ എന്ന് കൊടുത്തു. അപ്പോൾ ആ മിറർ മോഡിഫയർ അപ്ലൈ ആയിട്ടുണ്ട്. ഇപ്പോൾ അതിലൊരു സബ് ഡിവിഷൻ മാത്രമേ ഉള്ളൂ. ഈ സമയത്ത് ഞാൻ ഈ ഭാഗത്ത് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ റിഫ്ലക്ഷൻ മറുഭാഗത്ത് വരുന്നതല്ല. കാരണം ആ മിറർ മോഡിഫയർ ഇപ്പോൾ ഇല്ല, അത് അപ്രത്യക്ഷമായി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഭാഗത്താണ് ഞാനൊരു ബട്ടൺ കൊടുക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് പല രീതിയിൽ ചെയ്യാം. ഒരു ബട്ടൺ ഉണ്ടാക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് ബൂളിയൻ ചെയ്ത് ഇതിനുള്ളിലേക്ക് കയറ്റി വയ്ക്കാം. അല്ലെങ്കിൽ ഒരു ലൈൻ വരച്ച് അതിൽ പ്രൊജക്റ്റ് ചെയ്ത് അവിടെ നിന്ന് എക്സ്ട്രൂഡ് ചെയ്തിട്ട് അതിനെ തിരിച്ച് ബൂളിയൻ ചെയ്യാം. ഇങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ ഞാനിവിടെ സിമ്പിളായിട്ട് ഒരു ലോ പോളിയായിട്ട് ഇതിൽ നിന്ന് തന്നെ ഒരു ബട്ടൺ ഉണ്ടാക്കിയെടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്, ഇവിടെ ടാബ് കീ അമർത്തി വന്നിട്ട് ഈ ഭാഗത്ത്, ഇപ്പോൾ ഈ ഒരു ഭാഗമാണ് ഞാൻ വോളിയം ബട്ടൺ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു കട്ട് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ പല ഓപ്ഷൻസ് ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ. ഇവിടെ ലൂപ്പ് കട്ട് എന്നുള്ളൊരു ഓപ്ഷൻ എടുത്തു. ഇങ്ങനെ ഒന്ന് ക്ലിക്ക് ചെയ്തു. അതുപോലെ ഇവിടെ ഒരു കട്ട് കൊടുത്തു. ഇങ്ങനെ ഒരു 3 കട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സെൻറ്റർ കട്ട് കൊടുത്തു, എൻ്റർ ചെയ്തു. അപ്പോൾ ഇത്രയും കട്ട് ഇവിടെ ഇപ്പോൾ ഉണ്ട്. ഓക്കെ, ഇതിനുള്ളിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ നമുക്ക് നൈഫ് ടൂൾ ഉപയോഗിച്ച് കട്ട് ചെയ്യാം. എൻ്റർ കീ കൊടുത്തു. അതുപോലെ ഇവിടെ ഒരു നൈഫ് ടൂള്, ഇങ്ങനെ ഒരു കട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഭാഗത്ത്
ഒരു കട്ട് കൊടുത്തു, അതുപോലെ ഈ ഭാഗത്തൊരു കട്ട് കൊടുത്തു. ഓക്കെ, വെർട്ടെക്സ് സെലക്ട് ചെയ്തു. ഈ ഒരു സെക്ഷനിലാണ് ഞാൻ ആ ബട്ടൺ വരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു എഡ്ജിനെ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഈ എഡ്ജ് സെലക്ട് ചെയ്ത് ഡിലീറ്റ് കീ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഡിലീറ്റ് ഉണ്ട്, ഇവിടെ ഡിസോൾവ് എഡ്ജസ് ഈ ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ്. അപ്പോൾ ആ എഡ്ജ് മാത്രം അവിടെ നിന്ന് ഡിസോൾവ് ആകും. ഡിലീറ്റ് കൊടുത്താൽ ചിലപ്പോൾ അവിടെ ഒരു ഹോൾ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഫേസ് വന്നിട്ടുണ്ട്, ഈ ഫേസിന് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ഐ കീ പ്രസ് ചെയ്ത് ചെറുതായി ഒന്ന് അകത്തേക്ക് ഇൻസെറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി ചെറുതായിട്ടൊന്ന് അകത്തേക്കൊരു എൻ്റെ ചെറിയൊരു പ്രൊജക്ഷൻ അകത്തേക്ക് കൊടുക്കുന്നു. ഈ പ്രസ് ചെയ്ത് ഒന്ന് എക്സ്ട്രൂഡ് ചെയ്യുന്നു, ഒന്നുകൂടി ഈ പ്രസ് ചെയ്ത് കുറച്ചുകൂടി ഒന്ന് എക്സ്ട്രൂഡ് ചെയ്യുന്നു, ഒന്നുകൂടി ഈ പ്രസ് ചെയ്ത് ചെറുതായി എക്സ്ട്രൂഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരു ഹോള് പോലെ ഒരു പ്രൊജക്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഫേസ് ഇരിപ്പുണ്ട്. ഷിഫ്റ്റ് ഡി ഉപയോഗിച്ച് എൻ്റർ ചെയ്ത് ആ ഫേസിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് മാത്രം വരുന്നതായി കാണാം. ഈ ഡ്യൂപ്ലിക്കേറ്റിൽ ഓൾറെഡി ഒരു സബ്ഡിവിഷൻ മോഡിഫയർ അപ്ലൈ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി അതിനെ ഒന്ന് എക്സ്ട്രൂഡ് ചെയ്യാം. ഈ പ്രസ് ചെയ്ത് ഇങ്ങനെ എക്സ്ട്രൂഡ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ നമുക്കിങ്ങനെ ഒരു ബട്ടൺ മോഡലിൽ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബട്ടണിൽ നമ്മുടെ സബ് ഡിവിഷൻ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെതായ ഒരു സ്മൂത്ത്നെസ് നമുക്കവിടെ കുറവായിട്ട് കാണിക്കും. ടാബ് കീ പ്രസ് ചെയ്ത് പുറത്ത് വരുമ്പോൾ ഇതിൻ്റെ ഭാഗമായി തന്നെ ഇരിക്കുകയാണ്. എന്നിരുന്നാലും നമുക്ക് അതിനെ സെലക്ട് ചെയ്ത് ഒന്നുകൂടി ഒരു ഫേസിനെ സെലക്ട് ചെയ്തിട്ട് എൽ പ്രസ് ചെയ്യുമ്പോൾ അതും ആ ഒരു സെക്ഷൻ സെപ്പറേറ്റ് ആയിട്ട് സെലക്ട് ആവും. പി പ്രസ് ചെയ്ത് അതിൻ്റെ ആ സെലക്ഷനെ സെപ്പറേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ ബട്ടൺ സെപ്പറേറ്റ് ആയിട്ട് ഇതിൽ നിന്നും മാറിക്കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ബട്ടൺ. ഓക്കെ, അപ്പോൾ ഈ ബട്ടനെ നമ്മൾ ഇങ്ങനെ സെപ്പറേഷൻ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ നമ്മളൊരു മൂവ് ടൂൾ എടുക്കുകയാണെങ്കിൽ അത് നമുക്ക് ഇപ്പോൾ ടാബ് കീ അമർത്തി നോക്കുമ്പോൾ അതിൻ്റെ ഒറിജിൻ ഇവിടെ ആയിട്ടിരിക്കുന്നു. അപ്പം നമ്മൾ ഓബ്ജക്റ്റിൽ പോയിട്ട് സെറ്റ് ഒറിജിൻ ടു ജോമെട്രി, അപ്പോൾ ജോമെട്രിയുടെ സെൻറ്ററിലേക്ക് വരും. ഓക്കെ, അപ്പോൾ ആ സമയത്ത് നമുക്കിതിനെ പതുക്കെ ഇതിനുള്ളിലേക്ക് ഒന്ന് കയറ്റി വയ്ക്കാം. ഇപ്പോൾ അത് ആ ഭാഗത്ത് നന്നായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇവിടെ ഒരു ചെറിയ വ്യത്യാസമൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ടാബ് കീ അമർത്തി ഇവിടെ ഒരു കട്ട് വേണ്ടി വരും. അപ്പോൾ ഒരു ലൂപ്പ് കട്ട് നമുക്കിവിടെ കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ലൂപ്പ് കട്ട് ഇവിടെ ആവശ്യമുണ്ട്. നമ്മൾ അത്യാവശ്യം കട്ട് ഒക്കെ കൊടുക്കുമ്പോൾ ആ ഭാഗത്ത് കൃത്യമായിട്ടുള്ള ഇത് വന്നുകൊള്ളും. അപ്പോൾ വളരെ കട്ട് കുറവാണ് ഇവിടെ, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. നൈഫ് ടൂൾ എടുത്തിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് സബ് ഡിവിഷൻ അവിടെ അത് നമുക്ക് മുകളിലേക്ക് കൊണ്ടുപോയി കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അവിടെ ഒരു ബട്ടൺ വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗത്ത് ഒരു ബട്ടൺ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ ആയിട്ട് ഓക്കെ, ഇതുപോലുള്ള പ്രൊജക്ഷനുകൾ എവിടെയെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഭാഗത്തൊക്കെ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ പുറകിൽ ഭാഗത്ത് നമുക്കൊരു ക്യാമറയുടെ ഒരു സെക്ഷൻ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാനിതിനെ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് നമുക്കിവിടെ ആഡിൽ നിന്നും മെഷിൽ നിന്ന് ഒരു ക്യൂബ് പ്ലെയിൻ എന്ത് വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ ഒരു പ്ലെയിൻ എടുക്കുകയാണ്. ആ പ്ലെയിൻ എടുത്ത് അതിനെ RX90 എന്ന് കൊടുക്കുമ്പോൾ ഇങ്ങനെ കിട്ടും. അതിനെ നമുക്കിങ്ങനെ സ്കെയിൽ ചെയ്യാം. ഓക്കെ, Ctrl+R പ്രസ് ചെയ്ത് അതിൽ ഒരു കട്ട് കൊടുക്കുന്നു. വീണ്ടും Ctrl+R പ്രസ് ചെയ്യുന്നു, മിഡിൽ മൗസ് റോൾ ചെയ്യുന്നു, ഒരു കട്ട് കൊടുക്കുന്നു. 1 കീ പ്രസ് ചെയ്യുന്നു, Z കീ പ്രസ് ചെയ്ത് വയർ ഫ്രെയിം മോഡിലേക്ക് വരുന്നു. ഈ 4 മൂലയ്ക്കുള്ള വെർട്ടെക്സിനെ സെലക്ട് ചെയ്യുന്നു. S കീ ഉപയോഗിച്ച് ചെറുതായി ഒന്ന് സ്കെയിൽ ചെയ്യുന്നു. ഓക്കെ, വീണ്ടും സോളിഡ് മോഡിലേക്ക് വരുന്നു. ഓൾട്ട് ഉപയോഗിച്ച് ഈ എഡ്ജുകളെ സെലക്ട് ചെയ്യുന്നു. ഷിഫ്റ്റ് കീയും ഓൾട്ടും അമർത്തി മറ്റു എഡ്ജുകളെയും ഒരുമിച്ച് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ നമുക്ക് ഇങ്ങനെ ഇവിടെ ഒരു ബെവൽ ഓപ്ഷൻ ഉണ്ട്. ഈ ബെവൽ ഓപ്ഷൻ കൊടുത്ത് നമുക്കിങ്ങനെ Ctrl+B പ്രസ് ചെയ്ത് നമുക്കിങ്ങനെ ഒരു ചെറിയൊരു ബെവൽ ഓപ്ഷൻ കൊടുക്കാം. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് തന്നെ മിഡിൽ മൗസ് ഒന്ന് റോൾ ചെയ്യുകയാണെങ്കിൽ അവിടെ കൂടുതൽ കട്ട് ആഡ് ആകും. ഓക്കെ,
അപ്പോൾ വീണ്ടും ടാബ് കീ അമർത്തി സോളിഡ് മോഡിൽ വരുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ വരുന്നുണ്ട്. ഇതിൽ മോഡിഫയർ കയറി നമുക്കൊരു സബ് ഡിവിഷൻ സർഫസ് ഇങ്ങനെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കിട്ടും. അതിൻ്റെ സ്മൂത്ത്നെസ് കുറച്ച് കൂട്ടാം. ഓക്കെ, ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത് ഒരു ക്യാമറയുടെ ഓക്കെ. അപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. നമുക്കിവിടെ ഈ ഓബ്ജക്റ്റിനെ സെലക്ട് ചെയ്യാം. എന്നിട്ട് ആഡിൽ നിന്നും മെഷീനിൽ നിന്നും ഒരു സർക്കിൾ ഇവിടെ കൊണ്ടുവരാം. സർക്കിൾ RX90 ഉപയോഗിച്ച് ഇങ്ങനെ ഒന്ന് സ്കെയിൽ ചെയ്ത് ഇവിടെ കൊണ്ടുവന്നു. SQ ഉപയോഗിച്ച് ഒന്നുകൂടി ഒന്ന് സ്കെയിൽ ചെയ്തു ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് ഇവിടെ ഈ സർക്കിളിൽ എങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ട് തന്നെ ആഡ് മോഡിഫയറിൽ വന്ന് ഷ്രിങ്ക് റാപ്പ് എന്ന മോഡിഫയർ കൊടുക്കുക. അതിൻ്റെ ടാർജറ്റായി ഈ ഒരു സർഫസിനെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇത് കൃത്യമായി ഈ ഓബ്ജക്റ്റിൽ തന്നെ പതിഞ്ഞിരിക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് Shift D ഉപയോഗിച്ച് ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ആ ഡ്യൂപ്ലിക്കേറ്റ് നമുക്കിവിടെ കിട്ടും. ഓക്കെ, ടാബ് കീ അമർത്തുക. അപ്പോൾ നമുക്കിവിടെ ആ ഒരു കർവും അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റും ഉണ്ട്. അപ്പോൾ ഈ ടാബ് കീ അമർത്തി ഇങ്ങനെ വന്നതിന് ശേഷം ഇപ്പോൾ എല്ലാ എഡ്ജും സെലക്ട് ആയിരിക്കുകയാണ്. F എന്ന കീ കൊടുക്കുമ്പോൾ അത് മുഴുവനും ഫില്ലാകും. ഓക്കെ, ഇങ്ങനെ ഫില്ലായിരിക്കുകയാണ്. I എന്ന കീ കൊടുത്ത് ഇതിനെ ഉള്ളിലേക്കൊന്ന് ഇൻസെറ്റ് ചെയ്യുന്നു. ഒരു ചെറിയ പുറത്തേക്കൊന്ന് തള്ളിയെടുക്കുകയാണ്. ഒന്നൊരു ടാബ് കീ പ്രസ് ചെയ്യാം. ഇത് ഒന്ന് ഈ ഓബ്ജക്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാം. നമുക്കിവിടെ സെപ്പറേറ്റ് ആയിട്ട് കാണാവുന്നതാണ്. അപ്ലൈ ചെയ്തിട്ട് നമ്മളിവിടെ ഈ Ctrl A എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും, അപ്ലൈ ലൊക്കേഷൻ റൊട്ടേഷൻ സ്കെയിൽ. അത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇരിക്കുന്ന ഇതേ അവസ്ഥയിൽ വെച്ച് തന്നെ ഇതിൻ്റെ ലൊക്കേഷനും റൊട്ടേഷനും സ്കെയിലുമൊക്കെ ഫിക്സ് ആക്കാൻ വേണ്ടിയാണ്, റീസെറ്റ് ചെയ്യാൻ. അപ്പോൾ ഞാൻ ഈ ലൊക്കേഷൻ എന്ന് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എല്ലാം 00 എന്ന് മാറുന്നതായി കാണാം. അതുപോലെ തന്നെ Ctrl A പ്രസ് ചെയ്തുകൊണ്ട് റൊട്ടേഷൻ എന്ന് കൊടുത്താൽ റൊട്ടേഷൻ 00 എന്ന് മാറും. Ctrl A പ്രസ് ചെയ്തുകൊണ്ട് സ്കെയിൽ എന്ന് കൊടുത്താൽ സ്കെയിൽ 111 എന്നുള്ള ഒരു ഓപ്ഷനിൽ വരും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഇപ്പോൾ ഈ ഓബ്ജക്റ്റ് നോക്കുമ്പോൾ ഈ ഓബ്ജക്റ്റിൻ്റെ സെൻറ്റർ പോയിൻ്റ് ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓബ്ജക്റ്റ് സെറ്റ് ഒറിജിൻ ടു ജോമെട്രി എന്ന് കൊടുക്കുമ്പോൾ അതിൻ്റെ മധ്യബിന്ദുവിലേക്ക് ആ ഒറിജിൻ വരും. അപ്പോൾ ഈ സമയത്ത് N എന്ന കീ അമർത്തി നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ അതിനെ തന്നെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഒന്നുകൂടി ഇതെല്ലാം മാറിയിട്ടുണ്ട്. ഇപ്പോൾ Ctrl A ലൊക്കേഷൻ അത് ക്ലിയർ ആയിട്ടുണ്ട്. ഓബ്ജക്റ്റ് സെറ്റ് ഒറിജിൻ ടു ജോമെട്രി കൊടുക്കുമ്പോൾ ഒരു ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. എനിവേ നമുക്കിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഈ മൂവ് ചെയ്യുന്ന വാല്യൂ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇനി ആദ്യത്തെ വാല്യൂ Ctrl C ഒന്ന് കോപ്പി ചെയ്ത് വയ്ക്കാം. ഒന്നിങ്ങനെ മൂവ് ചെയ്യാം. ടാബ് കീ പ്രസ് ചെയ്ത് അതിലേക്ക് വന്നു. ഓക്കെ, ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്തു. ഒന്നുകൂടി I പ്രസ് ചെയ്ത് അകത്തേക്കൊന്ന് ഇൻസെറ്റ് ചെയ്തു. ഒന്നുകൂടി I പ്രസ് ചെയ്തു, കുറച്ചുകൂടി ഒന്ന് ഇൻസെറ്റ് ചെയ്തു. ഓക്കെ, ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ ഒരു ഫേസിനെ Shift D ഉപയോഗിച്ച് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു, എൻ്റർ ചെയ്തു. ഓക്കെ, അതിനെ E പ്രസ് ചെയ്ത് ഒന്ന് എക്സ്ട്രൂഡ് ചെയ്തു. S പ്രസ് ചെയ്ത് ഇങ്ങനെ ഒന്ന് സ്കെയിൽ ചെയ്തു. I പ്രസ് ചെയ്ത് ഒന്നുകൂടി ഒന്ന് ഇങ്ങനെ ചെയ്തു. വീണ്ടും I പ്രസ് ചെയ്ത് ഇങ്ങനെ വെച്ചു. ഇത് ഇവിടുത്തെ ക്യാമറ ലെൻസാണ്. ഓക്കെ, അപ്പോൾ അതിനെ സെലക്ട് ചെയ്ത് L പ്രസ് ചെയ്യുമ്പോൾ അതിങ്ങനെ മൊത്തമായി സെലക്ട് ആവും. P പ്രസ് ചെയ്ത് അതിനെ ആ സെലക്ഷനെ സെപ്പറേറ്റ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ടാബ് കീ പ്രസ് ചെയ്ത് പുറത്തേക്ക് വന്നു. ഇതിൻ്റെ ഒബ്ജക്റ്റ് സെറ്റ് ഒറിജിൻ ടു ജോമെട്രി എന്ന് കൊടുത്തു. ഓക്കെ, ഇനി ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ ഇവിടെ നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത അതേ വാല്യൂ ഒന്ന് പേസ്റ്റ് ചെയ്യുമ്പോഴേക്കും അത് കൃത്യമായി പഴയ സ്ഥലത്ത് പോയിരിക്കും. ഇതിനെയും കൂടി ഒന്ന് അകത്തേക്ക് കയറ്റി വയ്ക്കാം. ഓക്കെ, ഇപ്പോൾ ഇതൊരു സെറ്റാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇരിപ്പുണ്ട്. ഇതിനെ ഒരു Ctrl G പ്രസ് ചെയ്ത് ഒരു ഗ്രൂപ്പ്. ഓക്കെ, ഇത് രണ്ടും കൂടി Shift D ഉപയോഗിച്ച് Z ആക്സിസിൽ ഒന്ന് മൂവ് ചെയ്യുകയാണെങ്കിൽ മറ്റൊരു ക്യാമറ കൂടി ഇവിടെ ലഭിക്കും. ഓക്കെ, ഇപ്പോൾ ഇവിടെ 2 ക്യാമറ ഇവിടെ ഉണ്ട്. ഇനി നിങ്ങൾക്ക് ഇത് കൂടാതെ തന്നെ സ്പീക്കറിൻ്റെ ബോക്സ് ഇവിടെ നിങ്ങൾക്ക് ഇതേ മെത്തേഡ് വെച്ച് ഈ മുകൾ ഭാഗത്തോ അതുപോലെ താഴേക്കുള്ള ഭാഗത്തോ ഉണ്ടാക്കിയെടുക്കാം. ഇവിടെ ഒരു ജാക്കിൻ്റെ ഓപ്ഷൻ കൊടുക്കാം. ഒക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ട്യൂട്ടോറിയലിൽ ഇതിൻ്റെ ഒരു ബേസിക് സെറ്റപ്പിന് വേണ്ടിയുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ ഒരു മോഡലിംഗ് സെക്ഷൻ എന്ന ഒന്നാം ഭാഗം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ ടെക്സ്ചറിങ്ങും കളറിങ്ങും ലൈറ്റിങ്ങും ഒക്കെ കൊടുക്കുന്നത് ഇതിൻ്റെ രണ്ടാം ഭാഗത്തിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ബ്ലെൻഡറിന്റെ ഈ 2 പാർട്ട് മോഡലിംഗിന്റെ ഒന്നാമത്തെ പാർട്ട് ഏവർക്കും വളരെ പ്രയോജനമായി എന്ന് വിശ്വസിക്കട്ടെ. നമുക്ക് ഇതിന്റെ രണ്ടാം പാർട്ടിൽ കാണാം. നന്ദി, നമസ്കാരം.